ഹലോ എവ്രി വൺ വെൽക്കം ടു ആമി വോഗ്. അപ്പോൾ ഇത് ഈദ് ഹോളിഡേയ്സിന് ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ക്യൂൻ എലിസബത്ത് ഷിപ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊരു ഫാമിലി വ്ലോഗ് വരണം തോന്നുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ഷിപ്പിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദുബായിൽ കണ്ടോ, ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ കിടക്കുന്നു ക്യൂൻ എലിസബത്ത് ഷിപ്പ്. അപ്പോൾ ഷിപ്പിലൊന്ന് കയറണം, കാണണം എന്നൊക്കെ നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഇതാദ്യം ഇവിടെ വന്ന സമയത്ത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു. ഇപ്പം ഫ്ലോട്ടിംഗ് ചെയ്യുന്നില്ല, ആങ്കറിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആം, അപ്പം നമ്മൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒന്ന് കയറി കാണണം എന്നൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇത് ഹോളിഡേ വന്നപ്പം എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ചു. ആദ്യം അലൈൻ തന്നെയുള്ള മാരിയോട്ട് പോലെയുള്ള ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരു ചേഞ്ചിന് ഷിപ്പിലായാലോ എന്നൊരു തീരുമാനത്തിൽ എത്തിയിട്ട് അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് റിസപ്ഷനിലോട്ട് വന്നു. അപ്പോൾ റിസപ്ഷനിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിട്ടോ. അപ്പോൾ ഒത്തിരി മലയാളികളും ഇന്ത്യൻസൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഓഫറൊക്കെ നടക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഒത്തിരി മലയാളി ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടമൊക്കെ ആയിട്ട് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരവസ്ഥ ഭയങ്കരമായിരുന്നു. എനിക്ക് ഗുലാം സിനിമയിൽ മമ്മൂക്ക 5 സ്റ്റാർ ഹോട്ടൽ നടത്താൻ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊക്കെയാണ് ഓർമ്മ വന്നത്. ഭയങ്കര കോമഡി ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. ചില സമയത്ത് നമുക്ക് കൊച്ചുങ്ങളെ ഡിസിപ്ലിൻ പഠിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് എനിക്ക് ആ സമയത്ത് തോന്നുന്നുണ്ടായിട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ റൂം എവിടെയാണോ അതിനനുസരിച്ചിട്ടുള്ള എൻട്രൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 4th ഡെക്കിലുള്ള റൂമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ എലവേറ്ററിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം സ്റ്റെപ്പൊക്കെ കയറി പോകണമെങ്കിൽ പോകാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ ഫ്ലോറിന് പകരം ഇങ്ങനെ ഡെക്ക് വൈസാണ് പറയണത്. ഫസ്റ്റ് ഡെക്ക്, സെക്കൻഡ് ഡെക്ക്, തേർഡ് ഡെക്ക്, ക്യൂൺ ഡെക്ക്, അപ്പർ ഡെക്ക്, അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെക്കിലെത്തിയിട്ട് ഇതാ ഞാനിങ്ങനെ റൂമിൽ ആ സംഭവം കുത്തിക്കയറ്റാൻ വേണ്ടി നമ്മുടെ ATM ഇടത്തില്ലേ, അതേപോലെ കുത്തിക്കയറ്റാൻ വേണ്ടി നോക്കുമായിരുന്നു. നമുക്ക് വലിയ പരിചയമില്ലല്ലോ ഇങ്ങനെ റൂമിലൊക്കെ താമസിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ തുറക്കാൻ പറ്റും. അങ്ങനെ റൂമിൽ കയറി. പിന്നെ ഈ ഒരു ഷിപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, റൂഫിന് ഹൈറ്റ് കുറവാണ്, ഭയങ്കര ഹൈറ്റ് കുറവാണ്. പിന്നെ ഒരു കുഞ്ഞു റൂമാണ്, ഭയങ്കര സ്പേഷ്യസ് ഒന്നുമല്ല. സാധാരണ നമ്മളിപ്പം ഹോട്ടലിലൊക്കെ താമസിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ വലിയ ബെഡും സംഭവങ്ങളൊന്നുമില്ല. ചെറിയൊരു നമുക്ക് 3 പേർക്ക് കിടക്കാൻ പാകത്തിനുള്ളൊരു ബെഡും പിന്നെ ഒരു ചെറിയ ടീപ്പോയി, അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു TVയിൽ ഈ ഒരു ഷിപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഡെക്കിൽ എന്തൊക്കെ അവൈലബിൾ ആണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഷിപ്പൊക്കെ മൊത്തം നടന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി നടന്നു. അങ്ങനെ ഏറ്റവും മുകളിലുള്ള അപ്പർ ഡെക്കിലാണ് പോയെന്ന് തോന്നുന്നത്. അപ്പം ഈ ഒരു സൈഡിൽ കൂടെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ആങ്കറിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഉള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഫ്ലോട്ടിംഗ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നി. അപ്പം ഈ ഒരു സ്പേസിലൊക്കെ ഫുള്ള് നമുക്ക് ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഒരുപാട് ഇങ്ങനെ ചെയർസും കുഷ്യൻസൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ പണ്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിരുന്ന, പണ്ട് ഷിപ്പൊക്കെ നടത്തുന്ന ഷിപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഗെയിം സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഒന്നും വർക്ക് ചെയ്യാതെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെന്താണ്, ഇതിനോട് ചേർന്നിട്ട് ഒരു വലിയൊരു തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അന്നത്തെ കാലത്തെ കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ അവരിങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ്, ഫോണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ആരൊക്കെയോ കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തിയേറ്ററിൻ്റെ സൈഡിൽ ഓരോരു കർട്ടൻ രസമായിട്ട് പ്രിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താണ് സാധനങ്ങളും സംഭവങ്ങളും ഒന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കർട്ടൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറി നമുക്ക് സാധാരണ മൂവി തിയേറ്ററൊക്കെ പോലെ. ഇത് പക്ഷേ മൂവി ചെയ്യുന്ന തിയേറ്റർ അല്ല, പ്രോഗ്രാംസും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തിയേറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് അടുത്ത ഡെക്കിലേക്ക് എത്തിയിട്ടുണ്ട്.
ഒരുപാട് ചില ഡെക്കിലൊക്കെ കൂടുതലും ഈ ഷിപ്പിന് മൊത്തത്തിലുള്ളൊരു മോഡൽ ഇത് അതുപോലെ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് റിസപ്ഷനിലും നമ്മൾ കയറി ചെല്ലുമ്പം ഇതുപോലെ ഇതിൻ്റെ ചെറിയ പീസസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണേ. പിന്നെ ഇവരുടെ QE1 ഇപ്പോഴും റണ്ണിങ് ആണെന്ന് പറയുന്നുണ്ട്. QE2 ആണ് ഇപ്പം ജസ്റ്റ് ഇവർ ഹോട്ടലായിട്ട് ഇതുപോലെ നടത്തുന്നത്. പിന്നെ ഈ ഒരു QE ഡെക്കിലാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റും കൂടെ ഉള്ളത്. അപ്പം രാത്രിക്കുള്ള ഡിന്നറും പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റുമാണ് നമ്മൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് 6 PM തൊട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യണത്, മീൻസ് ഡിന്നർ. അപ്പോൾ ഇപ്പം സമയം ഈവനിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് അതിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോന്നു. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. സാധാരണ അപ്പം ഇതിന് മുന്നേ ഞങ്ങൾ 2-3 ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ളതിനേക്കാളും അതിഗംഭീരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ, വേറെ റണ്ണിങ് ആയിട്ടുള്ള വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ സലൂണും അങ്ങനെ വേറെ അങ്ങനെയുള്ള എന്തൊക്കെയോ കൂടി ഉണ്ട്. അതിലത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇതൊരു പണ്ടത്തെ ഒരു ക്ലബ്ബായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ദുബായിൻ്റെ നഗര കാഴ്ചകളൊക്കെ കാണാം. ഒരു സൈഡിൽ ബീച്ച് കാണാം. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ചൂടാണല്ലോ. അപ്പം അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. വെറുതെ അതിൻ്റെ വ്യൂ ഒന്ന് ജസ്റ്റ് കാണാൻ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വന്നു. ഒടുക്കത്തെ ചൂടാണ്. മാത്രമല്ല ഇതൊന്നും യൂസ് ചെയ്യാണ്ട് ഇട്ടിരിക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെയൊന്നും അവർ AC ഇട്ടിട്ടില്ല. അപ്പം ആ റൂമിലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ വാതിൽ വഴിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് 1-2 എൻട്രൻസ് ആ ഹോട്ടലിൻ്റെ അടിഭാഗത്തുനിന്ന് നമുക്ക് ഒരു ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഭാഗമാണ്. ഇനി ഈ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ മറ്റേ ടൈറ്റാനിക്കിലെ ജാക്കൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം, അങ്ങനത്തെ ഒരു ടിപ്പ് ഭാഗം ഉണ്ടാവുമെന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രൻസ് ഇല്ല. അത് എവിടെയെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ ചിലപ്പോൾ കയറി പോകേണ്ടി വരികയായിരിക്കും. പക്ഷേ ചില ഭാഗത്ത് അവർ റെസ്ട്രിക്റ്റഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ആദ്യം ഒരു സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു. നല്ല കോണ്ടിനെൻ്റലും പിന്നെ ഇന്ത്യൻ സ്റ്റൈലിലൊക്കെയുള്ള ഫുഡ് ഉണ്ടായിരുന്നു. സ്വീറ്റ്സ്, ഡെസേർട്ടോ ഇഷ്ടം പോലെയായിരുന്നു. അപ്പം നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് കുറച്ച് സ്വീറ്റ്സൊക്കെ ഉള്ളതെന്നൊക്കെ എടുത്ത് പക്ഷേ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല, കുറച്ച് ഒരു ടാങ്കിയും എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ളത് ആണ്. ചോക്ലേറ്റൊക്കെ കണ്ടിട്ട് ഞാൻ എടുത്തെങ്കിൽ കൂടി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും എന്നാൽ നല്ല അതിൽ ടേസ്റ്റും ഉള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ സലാഡിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡിൽ ബ്രെഡിൻ്റെ ഐറ്റംസ്, ഒരു സൈഡിൽ ഗ്രില്ല്, പിന്നെ സോസേജ് അങ്ങനത്തെ ഐറ്റംസ്, ഒരു സൈഡിൽ ഇന്ത്യൻ ഫുഡ്, പിന്നെ ഓംപ്ലേറ്റ് ബുൾസായി വേണ്ടവർക്ക് അത്, അങ്ങനെ ഫുഡ് അതിഗംഭീരമായിരുന്നു. ഇത്രയും ഫുഡ് ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ടാണെന്നൊരു ഡൗട്ടുണ്ട്. ബിരിയാണി, പുലാവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം ഭയങ്കര സ്പൈസി ഒന്നും അല്ലാണ്ട് എല്ലാ ടൈപ്പുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റി ആയിരുന്നു. ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം വെറുതെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ജസ്റ്റ് എല്ലാം ഇങ്ങനെ തുറന്നൊക്കെ നോക്കിയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷനിലാണ് ഇന്ത്യൻ ഫുഡൊക്കെ ഇരിക്കുന്നത്. ഫിഷും പിന്നെ ചിക്കൻ കറി, മട്ടൻ കറി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സ്പൈസി ഒന്നും അല്ല എന്നൊക്കെ മാത്രം. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ ഏറ്റവും അധികം എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഡൗട്ടില്ലാണ്ട് പറയും അവിടുത്തെ ഫുഡായിരുന്നു അടിപൊളി. ഡിന്നർ സൂപ്പറായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു. നമ്മൾ ഡിന്നറിൻ്റെ ടൈമിൽ അധികം മലയാളി ഫാമിലീസിനൊന്നും നമ്മൾ റിസപ്ഷൻ്റെ ടൈമിൽ ചെക്കിങ്ങിൻ്റെ ടൈമിൽ കണ്ട ആൾക്കാരൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു തലബാത്ത് വഴി ഓർഡർ ചെയ്ത് കഴിക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പകരം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ നമ്മൾ കാണാത്ത മീൻസ് ചെക്കിങ് ടൈമിൽ കണ്ട ആൾക്കാരെയൊക്കെ മുഴുവൻ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് എണീറ്റിട്ട് ഒരു 9 മണിക്ക് ആയിട്ടാട്ടോ എണീറ്റ് റെഡി ആയിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നല്ല തിരക്കായിരുന്നു. ഫുള്ളും സീറ്റും ഫില്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാ ഫാമിലി ആയിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഫാമിലി ആയിട്ട് ഇരുന്ന് അങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഷിപ്പിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് ഹാപ്പി ആയിട്ട്. പോകുന്ന വഴിക്ക് നമ്മൾ ഔട്ട്ലെറ്റ് മാളിലൊക്കെ കയറിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണോ വീട്ടിലെത്തിയത്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് റെഫത്തീഫ് ഫ്രം ആമി വർക്ക്.